പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയെ കൃപാസാൽത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ലോകം മുഴുവനും ഉണർന്നിരിക്കുന്ന സമയത്ത് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കള്, ഇന്ന് കടന്നു പോകുന്ന ഓരോ വഴികള്, ഓരോ ഉദ്യമങ്ങള്, ഓരോ ജീവിത ലക്ഷ്യങ്ങള്, അമ്മേ പരിശുദ്ധമേ ദേവമാതാവേ, കൃപാസാൽത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ സാന്നിധ്യം, സഞ്ചാരി മാതാവേ, സമയത്തിൻ്റെ അധികാരി, ഈ മക്കളുടെ കൂടെ പോകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരീക്ഷയ്ക്ക് പോകുന്നവരെ എല്ലാ കുഞ്ഞുങ്ങളെയും ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരീക്ഷയ്ക്ക് പോകുന്ന, ഇന്ന് പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളെയും അവർ പഠിച്ചിരിക്കുന്ന മനസ്സിൽ ഓർത്തിരിക്കുന്ന പരീക്ഷയെ പ്രതിഫലിപ്പിക്കുവാനും, പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളെയും, പരീക്ഷയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെയും കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. നിങ്ങളുടെ കഴിവിൻ്റെ അപ്പുറം ദൈവത്തിൻ്റെ കൃപ പ്രവർത്തിച്ചുകൊണ്ട് ഉന്നതമായ വിജയം കൈവരിക്കാൻ കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. കർത്താവെ, ജോലിയില്ലാത്തവർ, സാമ്പത്തിക കടങ്ങളിൽപ്പെട്ടിരിക്കുന്നവർ, കലഹങ്ങളുള്ളവർ, കുടുംബത്തിൽ പലതരത്തിലുള്ള വഴക്കുകളും അസമാധാനം നിലനിൽക്കുന്നവർ, രോഗികൾ, പീഡിതർ, ആശുപത്രിയിൽ നിന്ന് ഇതുവരെ പോരാത്തവർ, ഓപ്പറേഷൻ നിശ്ചയിച്ചിരിക്കുന്നവർ, ടെസ്റ്റിന് കൊടുത്തിരിക്കുന്നവർ, കൾച്ചറിന് കൊടുത്തിരിക്കുന്നവർ, ബയോപ്സി കൊടുത്തിരിക്കുന്നവർ, കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ദൈവത്തിലെ ഞാൻ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ യേശുക്രിസ്തു നിന്നെ ആശീർവദിക്കുന്നു. നിൻ്റെ ജോലികൾ, വീടുകൾ, വിൽക്കാത്ത സ്ഥലങ്ങൾ, നഷ്ടപ്പെട്ട ജോലികൾ, ക്യാൻസലായ വിസകൾ എല്ലാം ഈശോ ഏറ്റെടുക്കുകയും നിൻ്റെ കുടുംബം നിലനിർത്തരുകയും ചെയ്യട്ടെ. മക്കളില്ലാത്തവരെ ആസ്വദിക്കുന്നു, വിവാഹം ഒത്തുവരാത്തവരെ ആസ്വദിക്കുന്നു. റബ്ബറിൽ നിന്നും, കേര കർഷകരിൽ നിന്നും, തൊഴിലാളികളിൽ നിന്നും, തൊഴിൽ നഷ്ടപ്പെട്ടവരെയും, വരുമാനം കുറഞ്ഞു പോയവരെയും കർത്താവിൻ്റെ നാമത്തെ ആശീർവദിക്കുന്നു. എൻ്റെ കർത്താവിനുമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ ഞാൻ നിന്നെ ആശീർവദിക്കുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. നമ്മൾ ഈ ദിവസം കാണാൻ പോകുന്നത് വിശ്വാസത്തെ ബേസ് ചെയ്ത് കർത്താവിൻ്റെ കാലത്ത് കർത്താവിനോട് ചുറ്റിപ്പറ്റി നടന്നവർ ഉയർത്തിയ കുറേ ചോദ്യങ്ങളുണ്ട്. അതിലൊരു ചോദ്യമാണ്, ഇവൻ ആരാണ്? കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നല്ലോ. മാർക്കോസിന്റെ സുവിശേഷം 4:41. അവർ
അത്യധികം ഭയന്ന് പരസ്പരം പറഞ്ഞു, ഇവൻ ആരാണ്? കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നല്ലോ. അപ്പൊ അതായത് ഈ യേശുവിലേക്കുള്ള വിശ്വാസ യാത്ര എന്ന് പറയുന്നത് അപ്പോസ്തലന്മാരുടെ ആദ്യത്തെ ക്ലാസ്സുകളാണ് ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ആരാണ് യേശു എന്നുള്ള ചോദ്യത്തിന് അപ്പോസ്തലന്മാർക്ക് കൊടുക്കുന്ന പ്രാഥമികമായ ക്ലാസ്സുകളാണ് ഇതെല്ലാം. അതുകൊണ്ട് അത് എന്താ ഈശോ പ്രാഥമിക ക്ലാസ്സാന്ന് പറയാൻ കാരണം എന്തറിയോ? നിർബന്ധിച്ചു എന്നൊരു വാക്കുണ്ട്. 6:45 വായിച്ചേ. താൻ ജനക്കൂട്ടത്തെ പിരിച്ചുവിടുമ്പോഴേക്കും വഞ്ചിയിൽ കയറി തനിക്ക് മുൻപേ മറുകരയിലുള്ള ബെത്സയിദയിലേക്ക് പോകാൻ അവൻ ശിഷ്യന്മാരെ നിർബന്ധിച്ചു. അപ്പൊ ഈ യാത്രയില് എന്നിട്ട് ഈശോ മലമുകളിലേക്ക് പ്രാർത്ഥിക്കാൻ പോകണാണ്. ഇക്കരയില് അപ്പോസ്തലന്മാരെ അക്കരയ്ക്ക് തള്ളിവിടും. എന്നിട്ട് ഒരു രാത്രി കടലിലേക്ക് തള്ളിവിടണ കാണാം. അത് കമാൻഡാണ്. യു മസ്റ്റ് ഗോ ബൈ നോ മീൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ രാത്രി കടലിലേക്ക് അപ്പോസ്തലന്മാരെ തള്ളിവിട്ടേറ്റും ഈശോ അവിടെ കൂടെ കയറത്തില്ല. എന്നിട്ട് മലമുകളിലേക്ക് പ്രാർത്ഥിക്കാൻ പോകും. 4 യാമമായി കഴിയുമ്പോഴാണ് കടലിൻ്റെ മീതെ ഭയങ്കര കൊടുങ്കാറ്റ് കടൽക്ഷോഭം ഉണ്ടാകുമ്പോൾ കടലിൻ്റെ മീതെ വന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ കൊടുങ്കാറ്റും കടൽക്ഷോഭത്തിലേക്കും ഈശോയെ തള്ളിവിട്ടെന്നല്ല എൻ്റെ അർത്ഥം, നിർബന്ധിച്ചു എന്നല്ല എൻ്റെ അർത്ഥം. അപ്പോഴ് അവർ അവരുടെ സംഘർഷ ഭൂമിയിൽ ദൈവത്തെ കണ്ടിട്ട് പോലും അവർ പറഞ്ഞ് ഭൂതമാണെന്ന് പറഞ്ഞ് പേടിച്ചിട്ട് പകച്ചുപോയി. അപ്പോൾ ഈ പകപ്പിലൂടെ ഈശോ വീണ്ടും അവർക്ക് വിശ്വാസ ക്രമീകരണം നടത്തും. എന്താ പറയണത്? ഭൂതമല്ല, ഞാനാണെന്ന് പറയും. ഇത് ഞാനാണ്. അപ്പോഴും നമ്മൾ 6:41 പ്രശ്നം വരും. 6:40 എന്താണ്? ഇവൻ ആരാണ്? കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നല്ലോ. അപ്പോൾ ഇതെല്ലാം സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഒരു വിശ്വാസ പരീക്ഷണങ്ങളാണ്. നമ്മൾ തിയറി ആൻഡ് പ്രാക്ടിക്കൽ എന്ന് പറയല്ലേ. ഇവൻ ആരാണ് എന്നുള്ളതാണ് തിയറി. ഇവൻ ആരാണ്? ഞാൻ സൃഷ്ടികർത്താവായ ദൈവം തമ്പുരാനാണ് എന്ന്. അപ്പോൾ ഈശോ നൽകിയിട്ടുള്ള ആ സ്വയം പ്രകാശിതമായ ദൈവത്തിൻ്റെ വെളിപാടുകളിലെ പരീക്ഷണങ്ങളിലൂടെയും അതുപോലെ തന്നെ അനുഭവങ്ങളിലൂടെയൊക്കെ ഇവരെ ദൈവം പഠിപ്പിക്കുകയും. അപ്പം അനുഭവങ്ങൾ എപ്പോഴും പ്രധാനപ്പെട്ടതാണ്. ദൈവത്തെ മനസ്സിലാക്കാനും വിശ്വാസം വർദ്ധിക്കാനും അനുഭവങ്ങൾ പ്രധാനപ്പെട്ടതാണ്. ആദിമസഭയിലെ അനുഭവങ്ങൾ, ഇപ്പം കൃപാസനം ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് എന്തിനാണ്? അനുഭവങ്ങൾക്കല്ലേ. അനുഭവ സാക്ഷ്യം എന്നല്ല പറയണത്. അതിൻ്റെ കാരണം അവൻ ഓരോരുത്തർക്കും ഓരോ കാലം നൽകിയെന്നില്ലേ. നടപടി പുസ്തകം 17:26. ഭൂമുഖം മുഴുവൻ വ്യാപിച്ചു വസിക്കാൻ വേണ്ടി അവിടുന്ന് ഒരുവനിൽ നിന്ന് എല്ലാ ജനപദങ്ങളെയും സൃഷ്ടിച്ചു. അവർക്ക് വിഭിന്ന കാലങ്ങളും വാസഭൂമികളും നിശ്ചയിച്ചു കൊടുത്തു. ഇത് അവർ ദൈവത്തെ അന്വേഷിക്കുന്നതിനും ഒരു പക്ഷേ അനുഭവത്തിലൂടെ അവിടുത്തെ കണ്ടെത്തുന്നതിനും വേണ്ടിയാണ്. എന്ത് വിഷയം മനസ്സിലായില്ലേ? അപ്പൊ അനുഭവം ഒരു പ്രശ്നമാണ്. ഈ ഇരുട്ട് കടലിലേക്ക് ഇവരെ തള്ളിയിടുന്നത്, നിർബന്ധിക്കുന്നത് ഒരു അനുഭവം ഉണ്ടാകാൻ വേണ്ടിയാണ് ക്രിസ്തുവിനെ. അപ്പം നമ്മളെപ്പോഴും ഓർത്തേക്കണം, നമ്മുടെ കടങ്ങളും അല്ലെങ്കിൽ മക്കള് തോന്നിവാസങ്ങളിലൊക്കെ പോകുമ്പോഴും നിങ്ങൾ എന്തുണ്ടാക്കി ചില മക്കൾ മാതാക്കം പഠിക്കില്ലേ, മക്കളെ പോറ്റാൻ കഴിയത്തില്ലെങ്കിൽ അവരെ സൃഷ്ടിക്കാതിരിക്കണം എന്നൊക്കെ പറഞ്ഞ് മക്കള് ദൈവത്തെ മറന്നൊക്കെ സംസാരിക്കത്തില്ലേ.
അപ്പം നിങ്ങളെ പ്രൈസ്തലോട് പറഞ്ഞാൽ മതി, വേറൊന്നും പറയരുത്. അവരെ ശപിക്കൊന്നും ചെയ്യരുത്, അവർക്കറിയില്ല. അത് നിങ്ങളെ ദൈവം നിർബന്ധിച്ച് ഇരുട്ട് കടലിലേക്ക് തള്ളിയിടുന്നതാണ്. കാരണം നിർബന്ധിച്ച വാക്ക് മറന്നു പോരുത്. മർക്കോസ് 6:45. താൻ ജനക്കൂട്ടത്തെ പിരിച്ചുവിടുമ്പോഴേക്കും വഞ്ചിയിൽ കയറി തനിക്ക് മുൻപേ മറുകരയിലുള്ള ബെത്സയിദയിലേക്ക് പോകാൻ അവർ ശിഷ്യന്മാരെ നിർബന്ധിച്ചു. അപ്പൊ ഇരുട്ടുകടലേക്ക് നിർബന്ധിച്ചു വിടുകയാണേ. എന്തിനാണ്? ഒരു അനുഭവം ഉണ്ടാകാൻ. എന്നിട്ട് ഇവര് അപ്പോസ്തലന്മാരെപ്പോലെ നമ്മള് 4:40 ചോദിച്ചില്ലേ, ഇവൻ ആരാണ്? ആറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നല്ലോ. അപ്പം നിന്റെ രോഗങ്ങളും നിന്റെ തള്ളിപ്പറച്ചുകളിലും മക്കൾ നിന്നെ ഓർഫണാക്കണതും നിന്റെ ജോലി ചില സമയത്ത് നഷ്ടപ്പെടുന്നതും നിന്റെ വിസ പ്രോസസ് ആകാതിരിക്കുന്നതും നിന്റെ ഒത്ത കല്യാണം വിട്ടുപോരണതും എല്ലാം ദൈവത്തിനെ നീ ക്രിസ്തുവിനെ അന്വേഷിക്കാനും അനുഭവത്തിലൂടെ കണ്ടെത്താനും വേണ്ടിയുള്ള ദൈവപരിപാലനയായിട്ടാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവസാനം ഈ വിഷയത്തിൽ സമാധാനം ഉണ്ടാവും, ദൈവത്തെ നമുക്ക് കിട്ടുകയും ചെയ്യും. അങ്ങനെ ജീവിതത്തെ സമീപിക്കാൻ നോക്കണം. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പേര് റോസ്ലി തോമസ്. ഞാൻ വെട്ടിമറ്റം ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടിയാണ് സാക്ഷ്യം പറയുന്നത്. എൻ്റെ മോൾക്ക് CMA USA പരീക്ഷ കിട്ടുവാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അവൾക്ക് ക്ലാസ്സിലെല്ലാം ഫസ്റ്റായിരുന്നു, റാങ്കായിരുന്നു. ടീച്ചേഴ്സ് പറഞ്ഞു അവൾക്ക് റാങ്ക് കിട്ടുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ പരീക്ഷയ്ക്ക് വന്നപ്പോൾ, തിരുവനന്തപുരത്തായിരുന്നു പരീക്ഷ എഴുതിയത്, പരീക്ഷയ്ക്ക് വന്നപ്പോൾ അവൾക്ക് പരീക്ഷാക്കുള്ളിൽ കയറിയപ്പോൾ ഒന്നും അറിയില്ലായിരുന്നു. പഠിച്ചത് എന്താ പഠിക്കാത്ത എന്താന്ന് പോലും അറിയില്ലായിരുന്നു. വളരെ ബുദ്ധിമുട്ടായിരുന്നു. ടെൻഷനും മൂലം ഒന്നും എഴുതാൻ പറ്റിയില്ലായിരുന്നു. കരഞ്ഞുകൊണ്ട് പരീക്ഷാക്കുള്ളിൽ നിന്ന് ഇറങ്ങിപ്പോന്നിരുന്നു. അതിനുശേഷം ഞങ്ങളിവിടെ വന്ന് ഞാൻ കരഞ്ഞ് ഇവിടെ വന്ന് അമ്മയോട് എടുത്തു വന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്ത് അമ്മയോട് ഒത്തിരി കരഞ്ഞ് പ്രാർത്ഥിച്ചു. അതിനുശേഷം അവൾക്ക് വീണ്ടും 2ാം പ്രാവശ്യം പാർട്ട് 2 പരീക്ഷ എഴുതിയപ്പോൾ അതിൻ്റെ പകുതി ഭാഗം കിട്ടിയില്ലായിരുന്നു. അങ്ങനെ പിന്നെ ഇവിടെ വന്ന് അമ്മയോട് വീണ്ടും പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ എന്നെ വേദനിപ്പിച്ചവരോടൊക്കെ ഞാൻ ഹൃദയപൂർവ്വം ക്ഷമിക്കുകയും അവരോട് സഹകരിച്ചു പോവുകയും ചെയ്യുകയും അതുപോലെ തന്നെ അമ്മയുടെ ഉടമ്പടിക്കാശ്ശേരി വിളിച്ച് പ്രാർത്ഥിക്കുകയും പരീക്ഷയ്ക്ക് പോകാൻ നേരത്ത് തൈലം തൊട്ട് നെറ്റിയിൽ തൊട്ട് കുരിശ് വരച്ച് പ്രാർത്ഥിക്കുകയും പരീക്ഷയ്ക്ക് പോയപ്പോൾ കാശ് രൂപം കൊടുത്തു വിടുകയും പരീക്ഷാക്കുള്ളിൽ കാശൊന്നും കയറ്റത്തില്ലെങ്കിലും പുറത്ത് വെച്ച് അമ്മയുടെ രൂപം ഒന്നും കൂടി മുത്തിയിട്ട് പരീക്ഷാക്കുള്ളിൽ കയറിപ്പോയി പരീക്ഷ എഴുതി തിരിച്ചു വന്നപ്പോൾ അവൾ പറഞ്ഞു പരീക്ഷ ഭയങ്കര പാടായിരുന്നു, കിട്ടുമോയെന്ന് തന്നെ സംശയമാണ്, കൃപാസന മാതാവിൻ്റെ കൃപയുണ്ടെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ, അത്രയും പാടായിരുന്നൊക്കെ എന്തൊക്കെയോ കറക്കി കുത്തി എഴുതി വെച്ചിരുന്നു എന്ന് പറഞ്ഞു.
1 മാസം കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോൾ അവൾക്ക് കൃത്യം പോയിന്റിൽ പരിശുദ്ധ അമ്മ അവൾക്ക് CMUSയുടെ 2 പേപ്പറുകൾക്കും പാർട്ട് 1-നും 2-നും മാർക്ക് നൽകി അനുഗ്രഹിച്ചു പരിശുദ്ധ അമ്മ. അതോടൊപ്പം തന്നെ അവൾക്ക് പെട്ടെന്ന് തന്നെ വിദേശത്തേക്ക് പ്രാക്ടീസിൻ്റെ 1 വർഷം കഴിഞ്ഞപ്പോൾ ദുബായിലേക്ക് പോകാനും പെട്ടെന്ന് തന്നെ അധികം താമസിക്കുന്നതിന് മുമ്പ് തന്നെ ആ മാസം തീരുന്നതിന് അവസാനം തന്നെ അവൾ പോയപ്പോഴെല്ലാം ഞാൻ കൊന്ത ചൊല്ലി അമ്മയുടെ കാശുരൂപം വെച്ച് തൈലം തൂത്ത് പ്രാർത്ഥിക്കുകയും നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒത്തിരി ആ മാസത്തിൻ്റെ അവസാന ഭാഗമായപ്പോഴത്തേക്കും അവൾക്ക് സിയുടെ കമ്പനിയിൽ, നല്ല പ്രശസ്തമായൊരു കമ്പനിയിൽ, ദുബായിൽ സിയുടെ കമ്പനിയിൽ അത്യാവശ്യം നല്ല ശമ്പളത്തിൽ അക്കൗണ്ടൻ്റായിട്ട് ജോലി കിട്ടി. അതോടൊപ്പം തന്നെ ഞങ്ങൾ ജോലി കിട്ടി. 2ാമത്തെ പ്രാവശ്യം ഞങ്ങൾ പിന്നെ ഇവിടെ വന്ന് കഴിഞ്ഞ മെയ്യിൽ ഉടമ്പടി പുതുക്കിയപ്പോൾ ഞങ്ങൾക്ക് നല്ല മനോഹരമായ നല്ലൊരു ഭവനം തന്ന്, എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയ നല്ലൊരു ഭവനം തന്ന് മാതാവ് അനുഗ്രഹിച്ചു. 2ാമത്തെ മോൾക്ക് OIT പഠിപ്പിക്കുവാനുള്ള ജോലിയും കൃപയും കൊടുത്ത് മാതാവ് അനുഗ്രഹിച്ചു. മാതാവിൻ്റെ ഈ വലിയ അനുഗ്രഹങ്ങൾക്കെല്ലാം ഈശോയ്ക്കും മാതാവിനും 1000 സ്തുതി, നന്ദി, സ്തോത്രം, ആരാധന, മഹത്വം. എൻ്റെ പേര് മരിയ, കുറുമ്പനാട് ഇടവക ഫെറോന പള്ളിയിൽ നിന്ന് ഞാനിവിടെ വരുന്നു. 2019 മുതൽ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് സ്ഥലമില്ലായിരുന്നു. ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു, അമ്മേ എനിക്ക് ആരെങ്കിലും 2 സെൻറ്റ് സ്ഥലം തന്ന് എനിക്കൊരു ഭവനം പണിയാനുള്ള കൃപ തരണേന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് 3 സെൻറ്റ് സ്ഥലം തരാനിരുന്ന ആൾ 5 സെൻറ്റ് സ്ഥലം തരികയും പള്ളിയിൽ നിന്ന് എനിക്ക് വീട് വെച്ച് തരികയും ചെയ്തു. കൊറോണയൊക്കെ വന്നപ്പോൾ പള്ളിയിൽ നിന്ന് അത് പൂർത്തീകരിക്കാൻ പറ്റാതെ വന്നപ്പോൾ ഞങ്ങൾ ഒത്തിരിയേറെ വിഷമിച്ച് 1 വർഷം അത് പാഴായി അവിടെ കിടക്കുകയും ചെയ്തു. പിന്നീട് ഞാൻ മാതാവിൻ്റെ അടുത്ത് 33 പ്രാവശ്യം കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അച്ഛൻ തിരിച്ചു വിളിക്കുകയും ഭവനത്തിൻ്റെ പണി പൂർത്തീകരിക്കാൻ ഒരുങ്ങുകയും ചെയ്തു. അങ്ങനെ എൻ്റെ ഭവനം പൂർത്തിയായി, ഞങ്ങളതിൽ താമസിക്കുകയും ചെയ്തു. പിന്നെ ഭവനത്തിനകത്ത് വെള്ളമില്ലായിരുന്നു. 1 കുഴൽക്കിണർ കുഴിച്ചു, പക്ഷേ വെള്ളമില്ല. 2ാമത് 1 കുഴൽക്കിണറൂടെ കുഴിച്ചു, വെള്ളമില്ല. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മേ നീ തന്ന പാറമേൽ പണിത ഭവനത്തിൽ നിന്ന് നീ തന്നെ എനിക്ക് വെള്ളം തരണം, ഈ പാറമേൽ നിന്ന് തന്നെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി എൻ്റെ മകൻ ആ വസ്തുവിൻ്റെ ഒരു മൂലയ്ക്ക് ഒരു ഓലി പോലെ കുഴിച്ചിട്ട് അവൻ തന്നെ അത് കുഴിച്ച് അവൻ്റെ അരയോളം ആക്കി. അപ്പോൾ ഒരു സ്ഥലത്ത് പാറയും ഒരു സ്ഥലത്ത് ചീങ്കയുമായിരുന്നു. ഈ ചീങ്കയിൽ നിന്ന് 3-4 ഉറവകൾ വരികയും പാറയിൽ നിന്ന് വെള്ളം വരുന്നുമില്ലായിരുന്നു. അപ്പോൾ അവന് വയ്യാതായപ്പോൾ അവൻ വേറെ ആളിനെ നിർത്തി കുഴിച്ചപ്പോഴത്തേക്കിന് പാറയ്ക്കകത്തുനിന്നും വെള്ളം 3-4 ഉറവകളായി വന്നു. അസാധ്യമെന്ന് പറയട്ടെ, 5 അരിഞ്ഞാണം ഞങ്ങൾ റിങ് ഇറക്കി 2 പ്രാവശ്യം വെള്ളം നല്ലതാക്കാൻ വേണ്ടി മോട്ടർ വെച്ച് വെള്ളം പറ്റിച്ച് നല്ലതാക്കി വെള്ളം എടുത്തത്. ഇപ്പോൾ 5 അരിഞ്ഞാണം ഞങ്ങൾ ഇറക്കുകയും ചെയ്തു. 4 അരിഞ്ഞാണം കവിഞ്ഞ് വെള്ളം നിൽക്കുകയും കണ്ണുനീർ പോലത്തെ വെള്ളം തന്ന് മാതാവ് അനുഗ്രഹിച്ചു. അതേ സ്ഥാനത്ത് അവിടെയുള്ള കിണറുകളിലെല്ലാം ഒത്തിരിയേറെ പ്രശ്നങ്ങളുണ്ട്. ഇതൊന്നും അമ്മ എനിക്ക് തരാതെ നല്ല വെള്ളം തന്ന് അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു അമ്മയ്ക്കും മാതാവിനും. പിന്നീട് എൻ്റെ ദേഹത്ത് 3-4 വർഷമായിട്ട് ദേഹത്ത് മുഴുവൻ അലർജിയുടെ ചൊറിച്ചിലായിരുന്നു. ഒരു ദിവസം ഞാൻ ഇവിടുത്തെ പത്രം വാങ്ങിക്കൊണ്ട് പോയി അത് ഞാൻ വായിച്ചപ്പോൾ അതിനകത്ത് അലർജി രോഗം സൗഖ്യപ്പെട്ടെന്ന് അതിൽ കണ്ടു. ഉടനെ തന്നെ ഞാൻ അമ്മ തന്ന ഉപ്പ് എടുത്തും കൊണ്ട് ഉടനെ തന്നെ വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് ആ ഉപ്പ് വെള്ളത്തിൽ ഉപയോഗിച്ച് എൻ്റെ ദേഹത്ത് തേച്ചു. പിന്നെ ഇതുവരെയും എനിക്ക് ആ ചൊറിച്ചിലുണ്ടായിട്ടുമില്ല, ഒരു കുഴപ്പവുമില്ല. ഇത്രയും അനുഗ്രഹം തന്ന അമ്മയ്ക്ക് 1000 നന്ദി, കൃതജ്ഞത, ആരാധനയെ സമർപ്പിക്കുന്നു. അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി സമർപ്പിക്കുന്നു. എൻ്റെ പേര് ലൈസ. ഞാൻ കോട്ടയം അമയന്നൂരിൽ നിന്നാണ് വരുന്നത്. 2022 ജനുവരി 3-ാം തീയതിയാണ് ഞാൻ ഇവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുത്തത്. കൃപാസനത്തെക്കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ടായിരുന്നു, പത്രങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനത് വായിക്കാൻ ഒരിക്കലും മുതിർന്നിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് കൃപാസന ഉടമ്പടിയെക്കുറിച്ചോ ഇവിടുത്തെ
ഉടമ്പടിയുള്ള കുറിച്ചുള്ള യാതൊരുവിധ അറിവും ധാരണയും ഇല്ലാതിരുന്നുകൊണ്ട് ഞാനതിനെ പലപ്പോഴും അവഗണിച്ച് കളയുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഹൈന്ദവരായ 2 സുഹൃത്തുക്കൾ ഇവിടെ വരുന്നെന്ന് പറഞ്ഞു. അവരുടെ മക്കളുടെ വിവാഹാവശ്യത്തിന് വേണ്ടിയിട്ടാണ് അവർ വന്നത്. അത് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവമേ അവർ പോകുന്നു, അപ്പം ഞാൻ ഒരു ക്രിസ്ത്യാനിയായി ഞാൻ എന്തുകൊണ്ട് പോകുന്നില്ല എന്ന് വിചാരിച്ച് ഞാനും അവരുടെ കൂടെ വന്നു. ഇവിടെ വന്ന് ഉടമ്പടികളൊക്കെ യാന്ത്രികമായി തന്നെയാണ് എല്ലാം എടുത്തതും എല്ലാ പ്രവർത്തനങ്ങളും അങ്ങനെ തന്നെ ചെയ്തു പോയി. എന്തൊക്കെയോ സംശയങ്ങളും വിമർശന ബുദ്ധികളൊക്കെയാണ് എൻ്റെ തലയിൽ അപ്പോഴും ഉണ്ടായിരുന്നത്. പക്ഷേ എല്ലാം എടുത്തു പോയി. വീട്ടിൽ ചെന്ന് പിറ്റേ ദിവസം രാവിലെ മുതൽ എനിക്ക് ഒരു വീട്ടിൽ 2 വ്യക്തികൾ, ഒരമ്മയും മകനും ഇവിടെ വസിക്കുന്നതായിട്ട് അദൃശ്യമായിട്ട് കാണാൻ പലപ്പോഴും അനുഭവപ്പെട്ടു. അപ്പോൾ ഇതാരാണെന്ന് എന്താണെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. ഞാൻ അതിനെക്കുറിച്ചുള്ള സാക്ഷ്യങ്ങളും കേട്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ അനുജൻ്റെ ഭാര്യയുടെ അടുത്ത് ഞാൻ ഈ വിഷയം പറഞ്ഞപ്പോൾ അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു, ചേച്ചി അച്ഛൻ ഇങ്ങനെ പറയാറുണ്ട്, ഉടമ്പടി എടുത്ത് പോകുന്നവരുടെ കൂടെ മാതാവും യേശുവും കൂടെ വരുന്നുണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് സത്യത്തിൽ ആ വിശ്വാസം വന്നതും ബോധ്യം വന്നതും. അതിനുശേഷം ഞാൻ നിയോഗത്തിൽ 6 കാര്യങ്ങൾ വെച്ചിരുന്നതിൽ ഒരു കാര്യമായിരുന്നു മകന് കാനഡയിൽ പോകാൻ ദൈവം ഇഷ്ടമാണെങ്കിൽ അത് നടത്തി തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കാശുരൂപം മകൻ്റെ കയ്യിൽ കൊടുത്തിരുന്നു. അവൻ ആ ഫയലിൽ കാശുരൂപം വെച്ച് അവനും പ്രാർത്ഥിച്ചിരുന്നു. ഏകദേശം പകുതിയിലധികം പേർക്കും കാനഡയിലെ വിസ റിജക്റ്റ് ആവുകയാണെന്ന് കേട്ടത്. എങ്കിലും ദൈവമേ അമ്മയ്ക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം മകന് കാനഡയിൽ പോകാൻ അവസരം നൽകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവന് കാനഡയിൽ നിന്ന് വിസ വന്നു. അവന് ഇപ്പോൾ 1 മാസം മുൻപ് ഇവിടുന്ന് പോയി. ഇപ്പോൾ അവിടെ ഉപരിപഠനത്തിനാണ് പോയത്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മറ്റൊരു കാര്യം, ഏകദേശം 10 മാസത്തോളം എനിക്ക് ഭയങ്കര ചുമയായിരുന്നു. ചുമ എന്ന് പറഞ്ഞാൽ ചുമ തുടങ്ങിക്കഴിഞ്ഞ ഒരു 10 മിനിറ്റ് സമയത്തേക്ക് നിർത്താതെയുള്ള ചുമ, തൊണ്ടയിൽ ഭയങ്കര ചൊറിച്ചിലും അസ്വസ്ഥതയും, കണ്ണിൽ നിന്ന് വെള്ളം വരികയൊക്കെ ചെയ്യുമായിരുന്നു. പല മരുന്നുകളും കഴിച്ചു, ആയുർവേദവും ഇംഗ്ലീഷ് മരുന്നുകളൊക്കെ കഴിച്ചു. എത്ര കഴിച്ചിട്ടും മാറുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സാക്ഷി ഞാൻ കേട്ടു. ഈ ഉപ്പ്, ഉടമ്പടിക്ക് എടുത്ത ഉപ്പ് 3 പ്രാവശ്യം വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി കഴിച്ചാൽ അത് മാറുന്നൊരു സാക്ഷി ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ ഓർത്തു, ഞാനും അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കട്ടെ, എന്തുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ച് ഞാനും വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് ഒരു ദിവസം 3 പ്രാവശ്യം വീതം ആ ഉപ്പ് ഉപയോഗിച്ച് അങ്ങനെ 7 ദിവസം ചൊല്ലിക്കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ചുമ പരിപൂർണമായിട്ട് മാറി. പിന്നെ മറ്റൊന്ന് പറയാനുള്ളത്, ഡ്രൈവിങ്ങിന് പോകുന്നുണ്ടായിരുന്നു. ഡ്രൈവിങ് പഠിക്കാൻ പോകുമ്പോൾ 63 വയസ്സായി എനിക്ക്. അപ്പോൾ എനിക്ക് ശരിക്കും നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു പഠിക്കാൻ. അപ്പോൾ ഞാൻ ഈ മാതാവിൻ്റെ കാശുരൂപം എടുത്തുകൊണ്ട് പോയി, ഇതൊരാവശ്യമാണല്ലോ എൻ്റെ അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് പോകും. മാതാവിൻ്റെ കാശുരൂപമായിട്ട് പോകുന്ന ദിവസം എനിക്ക് നന്നായിട്ട് കോൺസെൻട്രേഷനോട് ചെയ്യാൻ പറ്റും. ചില ദിവസങ്ങളിലൊക്കെ ഞാനത് മറന്നു പോകും. ആ മറന്നു പോകുന്ന ദിവസം വണ്ടി നിർത്തി കഴിയുമ്പോൾ പെട്ടെന്ന് വണ്ടി പുറകോട്ട് പോകുന്ന പോലെ എനിക്കതിനാണ് പല പ്രാവശ്യം അനുഭവപ്പെട്ടപ്പോൾ ഞാൻ കൂടെ ഇരുന്നവരോട് ചോദിച്ചു, നിങ്ങൾക്കും എല്ലാവർക്കും ഇങ്ങനെ അനുഭവപ്പെടുന്നുണ്ടോ, വണ്ടി പുറകോട്ട് പോകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി, മാതാവിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇത്രയും ദിവസം എനിക്ക് കോൺഫിഡൻസ് ആയിട്ട് ചെയ്യാൻ പറ്റിയതെന്നുള്ളൊരു വസ്തുത മനസ്സിലായി. പിന്നെയും ധാരാളം ചെറുതും വലുതുമായി കുറേ അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. എല്ലാം മാതാവിൻ്റെ മധ്യസ്ഥതയാൽ ലഭിച്ച നന്നായിട്ട് പ്രാർത്ഥിച്ചു. ഇവിടെ മണിക്കൂറുകൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. എല്ലാ പ്രാർത്ഥനകളും കൃത്യമായിട്ട് ചൊല്ലി. പക്ഷേ എനിക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു വരണ്ട അവസ്ഥയായിരുന്നു. മാതാവിനെയോ യേശുവിനെയോ അനുഭവിക്കാനോ കാണാനോ ഒന്നിനും സാധിക്കുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് കർത്താവ്, എന്തുകൊണ്ടാണ് മാതാവ് എനിക്കിപ്പോൾ ഞാൻ ആദ്യം ഒന്നും ഒരുങ്ങാതെ പോയതായിരുന്നു. ഇപ്പോൾ നല്ലപോലെ ഒരുങ്ങി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിട്ട് എനിക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല, എനിക്ക് പറ്റുന്നില്ല എന്ന് നിരന്തരം ദിവസവും ചോദിച്ചുകൊണ്ടിരുന്നു. വൈകുന്നേരം 3 മണിയുടെ ഷക്കീന ടെലിവിഷനിലെ ലൈവ് ദിവ്യകാരുണ്യ ആരാധനയിൽ ഞാൻ എപ്പോഴും പങ്കെടുക്കുമായിരുന്നു. ആ ആരാധനയിൽ ഞാൻ എപ്പോഴും യേശുവിനോട് ചോദിച്ചു
പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്, കർത്താവ് എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയും ഒരുങ്ങി പ്രാർത്ഥിച്ചിട്ട് എനിക്കിപ്പോഴൊക്കെ ആ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റാത്തത്? അന്ന് നല്ലപോലെ ഒരു ഒരുക്കവും ഇല്ലാതെ വിശ്വാസമില്ലാതെ പോയപ്പോൾ അനുഭവിക്കാൻ പറ്റിയിരുന്നത് എന്തുകൊണ്ട് എനിക്ക് പറ്റാത്തത്? ദിവസം ചോദിച്ച് ഏകദേശം 2.5 മാസം കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ ഒരു സ്വരം എനിക്ക് കേൾക്കാനിടയായി, നീ എനിക്ക് സാക്ഷ്യം നൽകിയില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ദൈവത്തോട് ക്ഷമ ചോദിച്ചു. പിന്നെ ഇപ്പോൾ ഞാൻ അതുകൊണ്ട് അതിനുശേഷം ഇപ്പോൾ 5-6 മാസത്തോളം എനിക്ക് കുറച്ച് തിരക്കിലായിരുന്നു. ഇവിടെ വന്ന് ഞാനിപ്പോൾ സാക്ഷ്യപ്പെടുത്തുകയായിരുന്നത്. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് പ്രിയ എബിൻ. ഞാൻ എറണാകുളം ജില്ല പാലാരിവട്ടം സെയിൻറ്റ് മാത്യൂസ് പള്ളി ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ 2020 ജൂണിലാണ് ഓൺലൈൻ ഉടമ്പടി എടുത്തത്. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ ലഭിച്ചു. ഒന്നാമതായി ഞാൻ ഒത്തിരി വർഷമായിട്ട് വീട്ടിലിരുന്ന് ചെയ്യാനൊരു ജോലി ആഗ്രഹിച്ചിരുന്നു. ഓൺലൈൻ ഉടമ്പടി എടുത്ത് 1 മാസത്തിനുള്ളിൽ എൻ്റെ ഒരു സുഹൃത്ത് ഇങ്ങോട്ട് വിളിച്ച് ഇങ്ങനൊരു വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ അവിടെ ജോയിൻ ചെയ്തു. പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ബിസിനസ്സിന് വേണ്ടി വിൽക്കാതിരുന്ന വീട് 1